ശ്രീ സിദ്ദിഖ്. സർ, അവയവ മാറ്റങ്ങൾക്ക് CMDRF-ൽ നിന്നും നൽകുന്നതായിരിക്കുന്ന തുക മാക്സിമം ലിമിറ്റ് 3 ലക്ഷമാണ് സർ. അവയവ മാറ്റങ്ങൾക്ക് നമുക്കറിയാം കേരളത്തിൽ വലിയ രീതിയിലുള്ളതായിരിക്കുന്ന തുക വരികയും സാധാരണക്കാരായ ആളുകൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ചില കേസുകളിൽ വളരെ വലിയ ഭീമമായ തുക, നമ്മളൊക്കെ MLA-മാരാണ്, നമ്മുടെയൊക്കെ മുമ്പിൽ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വലിയ ഭീമമായിരിക്കുന്ന തുക വരുന്നതായിരിക്കുന്ന സാഹചര്യമുണ്ട്. സർ, അത്തരം കാര്യങ്ങളിൽ ഈ മാക്സിമം ലിമിറ്റ് എന്നുള്ളത് 3 ലക്ഷം എന്നുള്ളത് എടുത്തു മാറ്റാനും ആവശ്യമായിട്ടുള്ള തുക മുഴുവൻ നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാനും സർ, അതിന്റെ കൂടെ ഒറ്റ കാര്യമുള്ളൂ സർ. 2 കാര്യത്തിന് ഇപ്പോൾ CMDRF നിർബന്ധമാണ്. 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചെലവഴിക്കണമെങ്കിൽ അവിടെ ബില്ലും അതുപോലെ ഡിസ്ചാർജ് സമ്മറിയും രണ്ടും നിർബന്ധമാണ് സർ. അത് 1 ലക്ഷത്തിൽ കൂടുതലുള്ളതായിരിക്കുന്ന തുകയ്ക്ക് നിർബന്ധമാക്കുന്ന അതേ സമയത്ത് തന്നെ 1 ലക്ഷത്തിൽ താഴെയുള്ളതായി 1 ലക്ഷത്തിൽ കൂടുതൽ തുക വരുന്നതായിരിക്കുന്ന ചികിത്സകളുണ്ട്, അവർക്ക് ഡിസ്ചാർജ് സമ്മറി ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങളിൽ സർക്കാരിന്റെ ഒരു ദയാപൂർവമായിട്ടുള്ള നിലപാട് ഈ രോഗികളോടും ആളുകളോടും ഉണ്ടാവുമോ എന്നുള്ളത്. ബഹുമാനപ്പെട്ട CM. സർ, ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഗൗരവമായൊരു കാര്യമാണ്. പല ഇതുപോലുള്ള കാര്യങ്ങൾക്കും വലിയ ചികിത്സാ ചെലവാണ് വരുന്നത്. അവയവമാറ്റം മാത്രമല്ല, മറ്റ് തരത്തിലുള്ള ചികിത്സകൾക്കും വലിയ തുക ചെലവഴിക്കേണ്ടതായി വരുന്നുണ്ട്. അങ്ങനെയുള്ള തുകയാകെ നമുക്ക് അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് ഗൗരവമായ പ്രശ്നമാണ്. അതിന് നമ്മൾ മറ്റു വഴികൾ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സർക്കാരിന് ആ മുഴുവൻ ബാധ്യതയും വഹിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനാവും, അതിന് എന്ത് മാർഗങ്ങൾ സ്വീകരിക്കണം, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ കാര്യങ്ങൾ നാം എല്ലാവരും ചർച്ച ചെയ്യേണ്ടതുണ്ട്. സർക്കാർ ആ കാര്യം ഗൗരവമായി പരിശോധിച്ച് വരുന്നുണ്ട്. പ്രത്യേകമായ ഇൻഷുറൻസ് രീതികൾ ഈ കാര്യത്തിൽ പ്രായോഗികമാണോ എന്നുള്ളതടക്കം സർക്കാർ ഗൗരവമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നം അത് പരിശോധിക്കാവുന്നതാണ്.